ക്യുക്കമ്പർ അരിഞ്ഞിട്ട് വെള്ളം കുടിച്ചാൽ ആസിഡിറ്റി കുറയുമോ? വയറ്റിലെ ആസിഡിറ്റി കൂടിയാൽ എല്ലിൻ്റെ ബലം കുറയുമോ? വയറ്റിലെ പി എച്ചും രക്തത്തിൻ്റെ പി എച്ചും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരടുക്ക് ചോദ്യങ്ങളും ലളിതമായ ഉത്തരങ്ങളും. സ്റ്റേ ട്യൂൺഡ്. നമസ്കാരം സുഹൃത്തുക്കളെ. സോഷ്യൽ മീഡിയയിൽ ഒരു പ്രത്യേകതരം വെള്ളം ചില ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ സത്യാവസ്ഥയിലേക്കാണ് പോകുന്നത്. ഈ വെള്ളം ആമസോണിലും ഫ്ലിപ്കാർട്ടിലുമൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെയാണ്. പക്ഷേ അല്ലാതെ തന്നെ നിരവധി ബ്രാൻഡുകൾ ഇതുപോലെ വിൽക്കപ്പെടുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 8.5 തൊട്ട് 9.5 വരെയാണ് ഇതിൻ്റെ ആൽക്കലിനിറ്റി, അതായത് ഇതിൻ്റെ പി എച്ച് ലെവൽ. അപ്പോൾ ഇത് ഇന്ത്യയിൽ മാത്രമല്ല, അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ നിരവധി ബ്രാൻഡുകളുടെ പേരിൽ ഇത് വിറ്റ് പോകുന്നുണ്ട്. ഇതിൻ്റെ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1600 മുതൽ ഏകദേശം 520, 530 പല വിലയ്ക്ക് കിട്ടും. പക്ഷേ എന്നിരുന്നാലും സാധാരണ നമ്മൾ വാങ്ങുന്ന വെള്ളത്തിനേക്കാളും വില കൂടുതൽ തന്നെയാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. നമുക്ക് ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. Namaskar. Many people do not know that tap water and bottled water can be acidic in nature and can cause some health issues like acidity, etc. Some sources of tap water can contain mineral such as chlorine and fluoride, which can also make the water acidic. But you can make your alkaline water at home. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമത്, ഈ ക്ലോറിൻ എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റലാണ്, അതൊരു മിനറൽ അല്ല. അത് ഗ്രൂപ്പ് 17 പെടുന്ന ഒരു ഹാലജനാണ്. അതിൽ വേറെയും ഗ്രൂപ്പ് 17 ഫ്ലോറിൻ, ബ്രോമീൻ, അയഡീൻ, അസ്റ്റാറ്റീൻ അങ്ങനെ പോകുന്നുണ്ട്. സോ അത് റൂം ടെമ്പറേച്ചറിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന, അതായത് ഗ്യാസായിട്ട് മാത്രമേ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ക്ലോറിനെ നിലനിർത്താൻ പറ്റൂ. അത് ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അത് പ്രകൃതിയിൽ നമുക്കത് സുലഭമായിട്ട് നമുക്കതിങ്ങനെ എളുപ്പം കാണാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു മിനറലുമായി, ഏതെങ്കിലും ഒരു ഹാലൈറ്റുമായി, ലൈക്ക് ഹാലജൻ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഉപ്പെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഏതെങ്കിലും ഒരു മിനറലുമായി ബൈൻഡ് ചെയ്ത് നിലനിൽക്കുന്നതാണ്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് എ മിനറൽ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവരുടെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡീബഗ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ക്ലോറിൻ ആസിഡിക് ആണെന്നാണ്. യഥാർത്ഥത്തിൽ ക്ലോറിൻ അങ്ങനെ ആസിഡിറ്റി ഒന്നും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം അത് ന്യൂട്രലാണ്, അതൊരു ഗ്യാസാണ്. ഇൻഫാക്റ്റ് ഈ സാധാരണഗതിയിൽ നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളിൽ ഉപയോഗിക്കുന്ന ഒരു ഡിസിൻഫെക്റ്റൻ്റ് ഉണ്ട്, കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ് എന്ന് പറയും. അത് ടാബ്ലറ്റായിട്ടും പൗഡറായിട്ടൊക്കെ സ്വിമ്മിംഗ് പൂളിൽ ആഡ് ചെയ്യുന്നതാണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ആൽക്കലിനിറ്റി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതായത് pH 7 നിന്നും, അതായത് ന്യൂട്രൽ ആയിട്ടുള്ള വെള്ളത്തിന് 7 നിന്നും 8 10 കൊണ്ടുപോകും. കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ് വെള്ളത്തിന് കൂടുതൽ ആൽക്കലൈൻ ആക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ആസിഡിക് ആക്കുകയല്ല ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും, ഈ സ്വിമ്മിംഗ് പൂളിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അത് ഗ്രാജ്വലി അത് ന്യൂട്രലായി മാറുകയും ചെയ്യും, 7 എത്തും. സോ ഈ നമ്പേഴ്സൊക്കെ പറയുന്നത് അല്പം ഡെസിമൽ വാല്യൂസിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ മാറ്റങ്ങൾ വരും. ഇതെല്ലാം ഒരു അപ്രോക്സിമേറ്റ് നമ്പറാണ്. പക്ഷേ കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ് സ്വിമ്മിംഗ് പൂളിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും വെള്ളം തീർച്ചയായിട്ടും ആൽക്കലൈനാണ് ആകുന്നത്. ഇനി നമുക്ക് ടാപ്പ് വാട്ടറിലേക്ക് പോകാം. ടാപ്പ് വാട്ടറിൽ എല്ലാ സിറ്റി വാട്ടർ സപ്ലൈസും ഡിസിൻഫെക്റ്റൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ആഡ് ചെയ്യുന്ന ഡിസിൻഫെക്റ്റൻറ്റ് എന്തിനാണെന്ന് വെച്ചാൽ ഹെപ്പറ്റൈറ്റിസ് എ, ഈക്കോളൈ പോലുള്ള പല ബാക്ടീരിയാസ് ഇതിനെയെല്ലാം നിർവീര്യമാക്കാൻ അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടിയാണ് ഈ ഡിസിൻഫെക്റ്റൻറ്റ് സിറ്റി വാട്ടർ സപ്ലൈക്കാർ ആഡ് ചെയ്യുന്നത്. ആ വീഡിയോയിൽ ആ സ്ത്രീ പറയുന്നത് വെള്ളത്തിൽ ഭയങ്കര അസിഡിറ്റിയാണ്, അതുകൊണ്ട് നമ്മൾ വെള്ളരിക്ക അല്ലെങ്കിൽ വെള്ളരിക്ക ഇട്ട് അത് കുടിച്ചാൽ അസിഡിറ്റി കുറയും എന്നാണ് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, സിറ്റി വാട്ടർ സപ്ലൈയിൽ നിന്നാണ് ആ വെള്ളം എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഓൾറെഡി 6.5 തൊട്ട് 7 വരെയാണ് അതിൻ്റെ ആസിഡിറ്റി നിൽക്കുന്നത്. വെള്ളം ആസിഡിക്കാണ്. എന്തുകൊണ്ടാണ് വെള്ളം ആസിഡിക് ആവുന്നത്? അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ സോഡിയം ഹൈപ്പോക്ലോറേറ്റ് അല്ലെങ്കിൽ കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ് സിറ്റി വാട്ടർ സപ്ലൈയിൽ ചേർക്കുമ്പോഴത്തേക്കും ചേർക്കുന്ന അവസരത്തിൽ അതിൻ്റെ ആസിഡിറ്റി, അതിൻ്റെ pH വാല്യൂ 7 മുകളിൽ പോകും. അത് ആൽക്കലൈൻ ആയിരിക്കും. പക്ഷേ അത് വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന കണ്ടാമിനൻസുമായിട്ട്, പ്രത്യേകിച്ചും മൈക്രോ ഓർഗാനിസംസുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് അത് മാറും. അങ്ങനെയാണ്
വെള്ളത്തിൽ സിറ്റി വാട്ടർ സപ്ലൈ വെള്ളം ആസിഡിക് ആകുന്നത്. അപ്പം നിങ്ങളുടെ വെള്ളം, സിറ്റിയുടെ വെള്ളം ആസിഡിക് ആകുന്നത് നല്ല കാര്യമാണ്. കാരണം ഇറ്റ് ഹസ് ഓൾറെഡി കിൽഡ് ഓൾ ദ മൈക്രോ ഓർഗാനിസംസ് ഇൻ ദ സിറ്റി വാട്ടർ സപ്ലൈ. ഇതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി വെള്ളരിക്ക വെള്ളത്തിൽ അരിഞ്ഞിട്ടാൽ, ക്യൂക്കമ്പർ വെള്ളത്തിൽ അരിഞ്ഞിട്ട് നമ്മൾ വെള്ളം കുടിച്ചാൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, എന്തെങ്കിലും ഗുണമുണ്ടോ എന്നും കൂടി പരിശോധിക്കാം. നമ്മുടെ വയറ്റിലുള്ള ആസിഡിൻ്റെ pH വാല്യൂ 2ആണ്. അത് ഹൈലി കൊറോസീവ്, ഹൈലി ആസിഡിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. അത് തന്നെയാണ് ബാറ്ററി ആസിഡിൻ്റെയും ആസിഡിറ്റി. ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നത്. ഏകദേശം 1.5 ലിറ്റർ തൊട്ട് 2 ലിറ്റർ വരെ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ ഡെയിലി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളരിക്ക വെള്ളത്തിൽ അരിഞ്ഞിട്ട് കുടിച്ചാൽ ഇത്രയും കുറഞ്ഞിട്ട് നമ്മുടെ ആസിഡിറ്റി ന്യൂട്രലൈസ് ചെയ്യാൻ അതിന് കഴിയുമോ? ഇനി നമ്മുടെ വയറ്റിൽ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നും കൂടി നമുക്ക് നോക്കാം. It was connected to a health issue. So I was playing in South Africa early 2018, and I got issue in my neck. So my cervical spine had a couple of bulges coming out. They're hitting a nerve which went down my arm, and I was getting really bad pain. I couldn't sleep for even 10-15 minutes at night in one position. I just have to wake up constantly. Did scans, figured out there's a bulge coming out and it's hitting the nerve, so I had to take medicines just to be able to sleep every night. And eventually I came back, got a few tests done from this guy I know who does a lot of acupuncture treatments and stuff like that. So he told me that my stomach became so acidic that the calcium from my bones was being pulled out to make the stomach alkaline. So your stomach needs to be alkaline to function properly. If it's too acidic, it just messes up your whole system. And that was directly connected to the amount of meat I was consuming. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട കായിക താരം പറയുന്നത് വയറ്റിലെ അസിഡിറ്റി കൂടിയതുകൊണ്ട്, അതായത് വയറ്റിലെ pH കുറഞ്ഞതുകൊണ്ട് എല്ലിൽ നിന്നും കാൽസ്യം വലിച്ചെടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ നോക്കുമ്പോഴത്തേക്കും നേരെ തിരിച്ചാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് നമ്മുടെ വയറ്റിലെ ആസിഡിറ്റി കുറയ്ക്കാനുള്ള മരുന്നുകളുണ്ട്. ഈ ആൻറ്റാസിഡ്സ്, ഈ ജെലൂസിൽ പോലുള്ള ടാബ്ലറ്റ്സ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, അങ്ങനെ കുറേ ഓവർ ദ കൗണ്ടർ മരുന്നുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഇത് കഴിക്കുന്നത് കൊണ്ട് ഓസ്റ്റിയോപൊറോസിസ് വരാൻ സാധ്യതയുണ്ട്, അതുപോലെ എല്ലിൻ്റെ ബലം കുറയാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഏത്? ആസിഡിറ്റി കുറഞ്ഞാൽ. Newly published research from the Forsyth Institute details a discovery explaining why 100 million Americans estimated to be taking prescription and over-the-counter antacids and heartburn medications may be at an increased risk of bone fracture. അതായത് ഏകദേശം 100 മില്യൺ അമേരിക്കൻസ് ഈ ആൻറ്റാസിഡ്സ് ഓവർ ദ കൗണ്ടർ, അതായത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയും പ്രിസ്ക്രിപ്ഷനോട് കൂടിയും ഹാർട്ട് ബേൺസ്, ഈ നെഞ്ചരിച്ചിൽ മുതലായ അസുഖങ്ങളുള്ളത് കൊണ്ട് ഈ ആൻറ്റാസിഡ്സ് കഴിക്കുന്നു. അത് കഴിക്കുന്നത് കൊണ്ട്, അതായത് നമ്മുടെ വയറ്റിലെ pH കൂട്ടുമ്പോൾ, ആസിഡിറ്റി കുറയ്ക്കുമ്പോൾ ഉണ്ടാകാവുന്നുള്ള ബോൺ ഡെൻസിറ്റി അല്ലെങ്കിൽ ബോൺ ഫ്രാക്ചറിന് സാധ്യതയുണ്ടെന്നാണ് ഈ പഠനം പറയുന്നത്. ഇത് പ്ലോസ് ജെനറ്റിക്സിൽ പബ്ലിഷ് ചെയ്ത ഒരു സ്റ്റഡിയാണ്. അപ്പോൾ ഇതാണ് ഇതിനെപ്പറ്റിയുള്ള കാര്യം മനസ്സിലാക്കേണ്ടത്. ഒന്നാമത് ഈ പറഞ്ഞ വെള്ളം കുടിച്ചതുകൊണ്ടോ, ഈ നിങ്ങൾ ആസിഡിറ്റി കുറയ്ക്കാനായിട്ട് ക്യൂക്കമ്പർ വാട്ടർ കുടിച്ചതുകൊണ്ടോ നിങ്ങളുടെ ആസിഡിറ്റി കുറയില്ല. ആസിഡിറ്റി കുറഞ്ഞാൽ, അതായത് pH കൂടിയാൽ പലതരത്തിലുള്ള ബോൺ ഡെൻസിറ്റി പ്രോബ്ലംസും ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള പ്രശ്നങ്ങളുണ്ടാകും എന്നാണ് പഠനങ്ങളും തെളിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു രസകരമായ ഒരു കാര്യം കൂടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ ആസിഡിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ചില പ്രകൃതി ചികിത്സകരും കൂടി രംഗത്ത് എത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് ഇദ്ദേഹം. രക്തത്തിൻ്റെ അസിഡിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ അസിഡിറ്റിയുള്ള രക്തം രക്തക്കുഴലിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ വാൽവുകൾ സ്റ്റിഫായി പോകും. അപ്പോൾ ഒരു നിശ്ചിത പോർഷനിലെ 2 വാൽവുകൾ സ്റ്റിഫായി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള രക്തം ഓടില്ല. അതാണ് കെട്ടിക്കിടന്ന് തടിച്ച് ദുഷിച്ച് അത് പൊട്ടി പുറത്തേക്കൊക്കെ വരിക. ഭയങ്കര വേദനയായിരിക്കും. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് ബ്ലഡിൻ്റെ അസിഡിറ്റി മാറ്റുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ശരിക്കും കുക്കുംബർ ജ്യൂസ് ആൽക്കലൈനാണ്. ആസിഡും ആൽക്കലൈനും കൂടി ചേർന്നാൽ ന്യൂട്രലാണ്. അപ്പോൾ അസിഡിറ്റി മാറ്റാനായിട്ട് നമുക്ക് ആൽക്കലൈൻ ആഡ് ചെയ്യുക എന്നുള്ള ഒറ്റ പ്രോസസ്സാണ് കുക്കുംബർ ജ്യൂസ് കുടിക്കാൻ പറയണേ.
അത് അടിപൊളി. അപ്പോൾ ഒന്നിലധികം മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ വെരിക്കോസ് വെയിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ബ്ലഡിലുള്ള ആസിഡിറ്റി കാരണമാണ് വെരിക്കോസ് വെയിൻ വരുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് നമ്മളിപ്പോൾ എടുക്കുന്നില്ല, അത് പിന്നൊരു ദിവസം വേറൊരു വീഡിയോയിൽ കൂടി ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ബ്ലഡിൻ്റെ pH എത്രയാണെന്നുള്ളതാണ്. അത് 7.35 to 7.45 ആണ് അതിൻ്റെ pH. അതായത് നമ്മുടെ ബ്ലഡിലെ ആസിഡിറ്റി എന്ന് പറയുന്നത് അത് ആൽക്കലൈൻ ആണ്. 7ന് താഴെ വരുമ്പോൾ അത് ആസിഡിക് ആവും. 7ന് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തട്ടിപ്പോവുകയും ചെയ്യും. ഈ ബ്ലഡിൻ്റെ ആസിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ബ്ലഡിൻ്റെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അതിൽ പ്രധാനപ്പെട്ട റോളെന്ന് പറയുന്നത് നമ്മുടെ ലങ്സിനും കിഡ്നിക്കുമാണ്. എങ്ങനെയാണ് ലങ്സ് ആസിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ pH മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഹൈപ്പർ വെൻറ്റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് കൂടുതൽ ഓക്സിജൻ നമ്മൾ രക്തത്തിലേക്ക് നമ്മൾ ലങ്സ് വഴി നമ്മൾ കടത്തി വിടുകയാണെങ്കിൽ, ഇപ്പം ചിലർ പാനിക് ചെയ്യുമ്പോഴൊക്കെ ഹൈപ്പർ വെൻറ്റിലേറ്റ് ചെയ്യും. ആ സമയത്ത് ബേസിക്കലി നമ്മളുടെ രക്തത്തിലുള്ള ആസിഡിൻ്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിനെ ഫ്ലഷ് ഔട്ട് ചെയ്തിട്ട് കൂടുതൽ ഓക്സിജൻ ബ്ലഡിലേക്ക് വരുമ്പോഴത്തേക്കും ബ്ലഡ് കൂടുതൽ ആൽക്കലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേസമയം കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആസിഡിക് ആയിട്ട് മാറും. അതിനെയാണ് ആസിഡോസിസ് എന്ന് പറയുന്നത്. അപ്പം ഇത് ലങ്സിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഈ ഫോസ്ഫേറ്റ് ബഫർ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ കിഡ്നിയാണ്, നമ്മുടെ റീനൽ സിസ്റ്റം. അപ്പോൾ ഈ 2 അവയവങ്ങളാണ് നമ്മുടെ ബ്ലഡിൻ്റെ ഈ വളരെ ഡെലിക്കറ്റ് ആയിട്ടുള്ള 7.35 to 7.45 ലെവലിലേക്ക് നമ്മളുടെ ബ്ലഡിൻ്റെ pHനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വയറുമായി യാതൊരു ബന്ധവും ഇല്ല എന്നാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. നിങ്ങൾ എന്തുമാത്രം ക്യൂക്കമ്പർ ജ്യൂസ് കുടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ എത്രമാത്രം ഈ ആൽക്കലൈൻ വെള്ളം കുടിച്ചത് കൊണ്ടോ നമ്മുടെ വയറ്റിലുള്ള ആസിഡിറ്റി കുറയാൻ പോകുന്നില്ല. ഇതാണ് അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴത്തെയും പോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഒരു പ്രത്യേക അഭ്യർത്ഥനയും കൂടിയുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ നെറ്റ്വർക്കിൽ കൂടി ഇത് ഷെയർ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടി അറിയിക്കുകയും വേണം. വീണ്ടും ഇതുപോലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഗുഡ് ബൈ.